ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ വിവാദ ദല്ലാൾ ടി.ജി. നന്ദകുമാറിനെ ആലപ്പുഴ പുന്നപ്ര പോലീസ് ചോദ്യം ചെയ്തു. തനിക്കെതിരെ നന്ദകുമാർ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പരാതി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 509 വകുപ്പ് പ്രകാരമാണ് പുന്നപ്ര പോലീസ് നന്ദകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രനെതിരെയുള്ള പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി നന്ദകുമാർ പറഞ്ഞു. വൈകിട്ട് 5 മണിയോടെയാണ് ദല്ലാൽ നന്ദകുമാർ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. കേസിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും നന്ദകുമാർ പറഞ്ഞു. ഇ.പി. ജയരാജനും എന്നെയും സുധാകരനെയും എല്ലാം പ്രതിയാക്കി ഒരു പരാതി DGക്ക് കൊടുത്തിട്ട് കഴക്കൂട്ടം DYSP അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നുണ്ട്. ഞാൻ ശോഭാ സുരേന്ദ്രനെതിരെ സുധാകരനെതിരെ ഇത് ഗൂഢാലോചനയാണ് ജാവദേക്കർ മീറ്റിംഗ് എന്നൊരു പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷണം നടത്തില്ല. അതിനെതിരെ ഞാൻ റിട്ട് മൂവ് ചെയ്തു. ആ റിട്ട് ഇന്നലെ വന്നു. അത് തിങ്കളാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല. അനിൽ ആന്റണിയും സുരേന്ദ്രനും എന്നെ വിഗ്രഹമോഷ്ടാവെന്ന് പറഞ്ഞു. അതിനുള്ള ഡിഫർമേഷൻ ഫയൽ ചെയ്യണം. എന്റെ നിയമ നടപടി ഒന്നും മാറില്ല. എനിക്ക് നിയമ നടപടി എങ്ങനെ നടത്തണം എന്നറിയാം. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തിഹത്യ നടത്തിയതായും സ്ത്രീ എന്ന നിലയിൽ അവഹേളിച്ചതായും ചൂണ്ടിക്കാട്ടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ പുന്നപ്ര പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പുന്നപ്ര പോലീസ് ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നന്ദകുമാറിന്റെ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ പരിശോധിച്ച പോലീസ് വ്യക്തിഹത്യ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ചായിരുന്നു ആക്ഷേപം. ജനം, ആലപ്പുഴ.